കേരളത്തിലെ ഏതെങ്കിലും ഒരു വന്യമൃഗസംരക്ഷണ കേന്ദ്രമോ ഒരു വലിയ വനവൽക്കരണം നടക്കുന്ന പ്രദേശം ഒന്നുമല്ല ഈ കാണുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ രണ്ടാം ഘട്ടത്തിനും ശേഷം ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ ഫാം ഹൗസിൽ വന്നപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ചുഴലിക്കൊടുങ്കാറ്റും അതിനോടനുബന്ധിച്ചുള്ള ന്യൂനമർദ്ദവും നമ്മളെ വളരെ ബാധിച്ച ഒരു കാലഘട്ടമാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് പെയ്ത മഴകളിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന കളകളും പുല്ലുകളുമൊക്കെ വളരെയധികം വലുതായി. തന്മൂലം ഇവിടെ ഉണ്ടായിരുന്ന നല്ല ചില ഫലവൃക്ഷങ്ങളായ തെങ്ങ്, ജാതി എന്നിവ കാട് പിടിച്ച് കിടക്കുന്നൊരു സാഹചര്യമാണ്. അതിനുശേഷം നമ്മളത് വൃത്തിയാക്കി തെങ്ങിനെ തടമെടുത്ത് ഇവിടെ കിടന്ന പച്ചകൾ മുഴുവൻ പറിച്ച് അതിൻ്റെ ചോട്ടിലിടുന്ന ഒരു പരിപാടിക്ക് ആണെന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ വനവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ വളർന്നു വന്ന ഈ ചെടികൾ പലപ്പോഴും നല്ല ചെടികൾക്ക് ചോട്ടിൽ പറിച്ചിട്ട് വളമാകുന്ന ഒരു ഗുണം കൂടിയുണ്ട്. ബൈനോക്കുലർ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, ഹരിനാരായണനാണ്. ഒരു മാസത്തെ ലോക്ക്ഡൗണിന് ശേഷം നമ്മുടെ ഫാം ഹൗസിൽ ചെന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം മുട്ടിൻ്റെ അത്രയും പൊക്കത്തിന് ചെടികളും കളകളും ഒക്കെ വളർന്ന് ഉള്ളൊരു സാഹചര്യമാണ്. നമുക്ക് ആ വിഷനിലേക്കൊന്ന് മുന്നോട്ട് പോകാം. വലിയ രീതിയിലുള്ള ഒരാളിൽ പൊക്കം വരെയുള്ള പച്ച ഇല ചെടികൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത ചെടികളാണ്. ഇതിനെ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട്, കാരണം ഇത് പറിക്കാൻ നിന്നാലൊന്നും തീരില്ല, ഇതിനെ നമ്മൾ തെങ്ങിൻ്റെ തടം വലുതാക്കി, ഏതായാലും ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലൊക്കെ തെങ്ങിൻ്റെ തടം എടുക്കുന്ന ഒരു പതിവ് കേരളീയ കേര കർഷകർക്ക് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ, അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രദേശം പണ്ട് റബ്ബർ തോട്ടമായിരുന്നു. തന്മൂലം റബ്ബറിൻ്റെ അടിയിൽ വേറെ കളകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തോട്ടപ്പയർ നട്ടിരുന്നു. ഈ തോട്ടപ്പയർ ഇപ്പോൾ റബ്ബർ വെട്ടിക്കഴിഞ്ഞപ്പോൾ പയർ അതുപോലെ തന്നെ മഴ പെയ്താൽ വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ നമ്മൾ മുതലെടുത്ത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഇത്തരം കൃഷിപരമായ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുക. കണ്ടോ, ചെടി വളർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ജാതിമരമാണ്. ഇതിന് ജാതിമരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതമായിട്ട് നോക്കും, കാരണം ജാതി ഇതിനകത്ത് കാണാനില്ല. മറ്റുള്ള തോട്ടപ്പയറും മറ്റുള്ള ചെടികളും ഒക്കെ വളർന്ന് ഈ ഒരു മാസം കൊണ്ടുള്ള വളർച്ചയാണ് കാണുന്നത്. വളർന്ന് പന്തലിച്ച് ഒരു തെങ്ങ് തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഇതേ നോക്കൂ, റബ്ബർ തോട്ടത്തിൽ പയർ വള്ളികളാണ് മുഴുവൻ. റബ്ബർ തോട്ടം വെട്ടിയിട്ട് 3 വർഷത്തോളം അധികമായി. എങ്കിലും ആ പയർ വള്ളികൾ, തോട്ടപ്പയർ ഒരിക്കലും വംശനാശം സംഭവിക്കില്ല. ഇത് പിന്നെയും പെട്ടെന്ന് വളർന്ന് വളരെ ദൂഷ്യമായിട്ട് വളരുകയാണ്. നോക്കൂ, വിസ്തൃതിയുടെ ഏകദേശം 90% തോട്ടപ്പയറും പണ്ട് ചെറിയ വാഴകളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ജാതിമരമാണ്. ഈ ജാതിമരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുഴുവൻ ചെടികളാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തെങ്ങിൻ്റെ ചോട്ടിൽ പച്ച പറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുമ്മായം വിതറുകയാണ്. ഈ കുമ്മായം വിതറിക്കഴിഞ്ഞാൽ ആ ചെടികൾ അഴുകി തെങ്ങിന് വളമാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ കുമ്മായം ഇപ്പോൾ റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഈ തടമെടുത്തതിന് ശേഷം ഇന്ന് പറിച്ചിട്ടേക്കുന്ന കളകൾക്ക് മുകളിലായിട്ട് ഇത്തരത്തിൽ നമ്മൾ കുമ്മായം വിതറും. അപ്പോൾ ഈ കുമ്മായവും ചെടിയും കൂടി അഴുകിയതിന് ശേഷം നമുക്ക് തെങ്ങിന് വളമാകുന്ന ഒരു പ്രക്രിയയുണ്ട്. തെങ്ങിനത് വളരെ ഗുണകരമാണ് എന്ന് പല ഡോക്ടർമാരും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഞങ്ങളെ അറിയിക്കുക. ഈ കാട് ഇനി നമ്മൾ കുമ്മായം എടുത്ത്
ഈ ചെടികളുടെ തെങ്ങിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ, ആ ചെടികൾക്ക് മുകളിലായിട്ട് വിതറുന്നു. കാരണം തന്മൂലം അത് ദ്രവിച്ച് അഴുകി ഈ തെങ്ങിന് തന്നെ ഒരു വളമായി മാറുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ബയോമെഡിസിൻ, ജൈവ കൃഷി രീതിയും കൂടിയാണ്. സ്വല്പം അമ്ല ഗുണം കൂടുതലുള്ള മണ്ണായതിനാൽ നമ്മൾ ഈ തരത്തിൽ കുമ്മായം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ ഒരുപക്ഷെ ഈ നമ്മളുടെ പഴയ വീഡിയോകളിൽ ഈ തരത്തിൽ കുമ്മായ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും. ഇത് കൂടുതൽ ഫെർട്ടിലൈസറായിട്ട് മണ്ണിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മരങ്ങൾ പെട്ടെന്ന് വളരാനും അമ്ലഗുണം കുറയുവാനും